പ്രമേഹ രോഗികൾക്ക് സാധാരണ ലൈംഗിക ജീവിതം സാധ്യമാണ്? നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. പ്രമേഹ രോഗം ലൈംഗിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നത് രോഗികളിൽ മിക്കവർക്കും വലിയ ധാരണയില്ലാത്ത ഒരു മേഖലയാണ്. ദീർഘകാലം വേണ്ടവിധം ചികിത്സിക്കാതെ പോകുന്ന പ്രമേഹം ലൈംഗിക ജീവിതാസ്വാദനത്തിന് വലിയ തടസ്സമാകും. പ്രമേഹ രോഗികളായ പുരുഷന്മാരിലും സ്ത്രീകളിലും ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ മിക്കപ്പോഴും പെട്ടെന്ന് തിരിച്ചറിയുന്നതും ചികിത്സ കിട്ടുന്നതും പുരുഷന്മാരുടെ പ്രശ്നങ്ങൾക്കാണ് എന്നു മാത്രം. ഉദാഹരണക്കുറവ്, ശീഘ്രസ്ഖലനം, ലൈംഗിക താല്പര്യക്കുറവ് എന്നിവയാണ് പ്രമേഹ രോഗികളായ പുരുഷന്മാർ നേരിടുന്ന പ്രധാന ലൈംഗിക പ്രശ്നങ്ങൾ. പ്രമേഹം തിരിച്ചറിയുന്ന ഘട്ടം മുതൽ ശക്തമായ നിയന്ത്രണം പാലിക്കുന്ന ഒരാൾക്ക് പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും ലൈംഗിക ബന്ധം നഷ്ടപ്പെടില്ല എന്നതാണ് ഒരു സത്യാവസ്ഥ. ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളായ പുരുഷന്മാരെ അലട്ടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉദ്ധാരണക്കുറവ് തന്നെയാണ്. സാധാരണ വ്യക്തികളിൽ സംഭവിക്കുന്ന ലിംഗോദ്ധാരണക്കുറവിൻ്റെ 4 മടങ്ങാണ് പ്രമേഹ രോഗികളിൽ ഉള്ളത്. മാത്രമല്ല, സമപ്രായക്കാരേക്കാൾ 10 അല്ലെങ്കിൽ 15 വർഷം മുമ്പ് തന്നെ പ്രമേഹ രോഗികളിൽ ഉദ്ധാരണ പ്രശ്നങ്ങൾ വന്നെത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. പ്രായം, പിന്നെ പ്രമേഹത്തിൻ്റെ തീവ്രത, പിന്നെ അതുകൂടാതെ മറ്റ് അനുബന്ധ രോഗങ്ങൾ, അതുകൂടാതെ പ്രമേഹ സംബന്ധമായ സങ്കീർണതകൾ തുടങ്ങി പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് പ്രമേഹ രോഗികളിൽ നമ്മളീ പറയുന്ന ഉദ്ധാരണ പ്രശ്നങ്ങൾ സംഭവിക്കുക. അതായത് ധമനികളിലെ ജരിതാവസ്ഥയും അത് അടവുകൾക്കുള്ള സാധ്യതയും പ്രമേഹ രോഗികളിൽ ഉദ്ധാരണ തകരാറ് ഉണ്ടാക്കുന്നുണ്ട്. ഇതേ ധമനി പ്രശ്നങ്ങൾ ശരീരത്തിലെവിടെയും സംഭവിക്കാം. ഇവിടെ മാത്രമല്ല, ഹൃദയത്തിലും. ചുരുക്കി പറഞ്ഞാൽ ഉദ്ധാരണക്കുറവ് ബാധിച്ച പ്രമേഹ രോഗിക്ക് ഹൃദയാഘാതം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഉദ്ധാരണ പ്രശ്നമുള്ള പ്രമേഹ രോഗിയുടെ ഹൃദയാരോഗ്യം വളരെ സൂക്ഷ്മമായി വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ഹൃദയാഘാതമോ മറ്റോ വരാനുള്ള സാധ്യത പരിശോധിക്കേണ്ടതും ഉണ്ട്. ഇക്കാരണത്താലാണ് ഉദ്ധാരണക്കുറവുള്ളവർ അക്കാര്യം ഡോക്ടറോട് മടി കൂടാതെ, സങ്കോചം കൂടാതെ, നാണിക്കാതെ തുറന്നു പറയേണ്ടത് അത്യാവശ്യമാണ് എന്ന് നിർദ്ദേശിക്കുന്നത്. പ്രമേഹ രക്തക്കുഴലുകളെയും ഞരമ്പുകളെയും ബാധിക്കുമ്പോഴാണ് ലൈംഗിക ബലഹീനത ഉണ്ടാകുന്നത്. പല പ്രമേഹ രോഗികൾക്കും അമിത ഭാരം, രക്താതി സമ്മർദ്ദം, അമിത കൊളസ്ട്രോൾ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയവയും സാധാരണമായി കണ്ടുവരാറുണ്ട്. ഇവയെല്ലാം ലൈംഗിക ശേഷിയെ സാരമായി ബാധിക്കുന്നത് പോലെ ഹൃദ്രോഗം ഉൾപ്പെടെയുള്ള പ്രമേഹ സങ്കീർണതകളിലേക്ക് നയിക്കുന്നവയുമാണ്. കൂടാതെ വ്യായാമക്കുറവും കൂടാതെ പുകവലിയും കൂടിയാകുമ്പോൾ ഉദ്ധാരണക്കുറവിൻ്റെ സാധ്യത വളരെ വേഗത്തിലാവുന്നു. ശാരീരികവും മാനസികവുമായ കാരണങ്ങളാലും ഉദ്ധാരണക്കുറവ് ഉണ്ടാക്കാം. അതിന് കാരണം എന്താ വെച്ചാൽ പങ്കാളിയുമായുള്ള മാനസിക പ്രശ്നങ്ങൾ, അതുകൂടാതെ ഇവർക്ക് വരുന്ന മാനസിക സമ്മർദ്ദം, അതുകൂടാതെ ഉത്കണ്ഠ തുടങ്ങിയ വിവിധ മാനസിക കാരണങ്ങളാലും ഉദ്ധാരണക്കുറവ് വരാം. ഇതിന് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള മനഃശാസ്ത്ര ചികിത്സകളാണ് സഹായകമാവുക. എന്നാൽ പുരുഷന്മാർ ഉറക്കത്തിനിടയിൽ പുലർത്താവുന്ന സ്വാഭാവിക ഒരു ഉദ്ധാരണം ഉണ്ടല്ലോ, അത് ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഉദ്ധാരണ പ്രശ്നം ആയിട്ട് കാണേണ്ടത് ഉള്ളത്. അല്ലാതെ നമുക്ക് ഉറക്കത്തിൽ ഉദ്ധാരണം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ രക്തോട്ടമുണ്ട്, ഉദ്ധാരണവുമുണ്ട്. അപ്പോൾ അവിടെ ഒരു ഉദ്ധാരണത്തിന് പ്രശ്നമില്ല. അവിടെ വരുന്നത് മാനസിക പ്രശ്നമാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്, രക്താതി സമ്മർദ്ദം, കൊളസ്ട്രോൾ അളവ് തുടങ്ങിയവ നിയന്ത്രിക്കുക വഴി ഉദ്ധാരണ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ മരുന്നില്ലാതെ സാധാരണഗതിയിലേക്ക് തിരിച്ചു വരുത്താനാകും. അതായത് പുകവലി നിർത്തുകയും അമിതഭാരം കുറയ്ക്കുകയും ദിവസവും വ്യായാമം ചെയ്യുകയും ചെയ്യുന്നതോടെ നല്ലൊരു അളവ് വരെ ഉദ്ധാരണക്കുറവിന് പരിഹാരമാണ്. അവയിൽ പരിഹാരം കാണാത്തവർ, ഇത് ചെയ്തിട്ട് പരിഹാരം കാണാത്തവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ആവശ്യമെങ്കിൽ ലൈംഗിക ഉത്തേജക മരുന്നുകളും മറ്റ് ചികിത്സാ മാർഗങ്ങളും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ ഉദ്ധാരണത്തിന് സഹായകമാകുന്ന ചില വയാഗ്ര മരുന്നുകളുണ്ട്. പക്ഷെ ഇത് പ്രമേഹ രോഗി ഉപയോഗിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും അത് ഡോക്ടറുടെ ചികിത്സകൻ്റെ അല്ലെങ്കിൽ അനുവാദം വാങ്ങിയിരിക്കണം. അല്ലെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിതെളിക്കുന്നതാണ്. പ്രമേഹ രോഗിക്ക് ഹൃദ്രോഗ സാധ്യത ഏറെ ഉള്ളതിനാൽ ഈ മരുന്നുകളെല്ലാം അപകട സാധ്യത ഉണ്ടാക്കുകയില്ല എന്ന് ഡോക്ടർ പറയേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ ഇവർക്ക് അനേകം ചികിത്സകളുണ്ട്. അതായത് ഹോർമോൺ ചികിത്സ, ടെസ്റ്റോസ്റ്റെറോണിൻ്റെ
അളവ് കൂട്ടാനുള്ള ഹോർമോൺ ചികിത്സ, അതെല്ലാം ഉദാഹരണ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ചെയ്യാനുള്ള ചികിത്സകളാണ്. അതുകൂടാതെ ഈ മരുന്നുകളൊന്നും ഫലപ്രദമായില്ലെങ്കിൽ ശസ്ത്രക്രിയകളും ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഉണ്ട്. അതുകൂടാതെ ലിംഗത്തിനുള്ളിൽ വെച്ചു പിടിപ്പിക്കാനുള്ള ഇംപ്ലാന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഭയപ്പെടാതെ നമ്മൾ നേരത്തെ തന്നെ ചികിത്സകൾ നേടുന്നതാണ് ഇതിനുള്ള ഒരു പരിഹാരമാർഗം.